എല്ലാവർക്കും ലേൺ വൈസിൻ്റെ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ഇപ്പോൾ പ്രീവിയസ് സെഷൻ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ യൂണിറ്റിൻ്റെ സോഷ്യോളജി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ആ യൂണിറ്റിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് സെഷനിൽ എന്താണ് സോഷ്യോളജി, എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ വരാനുള്ള കാരണം എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വന്നതോട് കൂടിയിട്ട് സംഭവിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷിന്റെ വരവിന് മുന്നേ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇനി ഇതിന്റെ ബാക്കി, ആ യൂണിറ്റിന്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, 3 മേജർ അപ്രോച്ചസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെസ്റ്റേൺ തിങ്കേഴ്സിന്റെ, വെസ്റ്റേണേഴ്സിന്റെ കാഴ്ചപ്പാടിലുള്ള 3 മേജർ ആയിട്ടുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ അപ്രോച്ചാണ് ഓറിയന്റലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ, രണ്ടാമത്തെ മിഷണറി ഇന്റർപ്രിട്ടേഷൻ, മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഈ ഒരു 3 ഇന്റർപ്രിട്ടേഷനിലൂടെ നമ്മുടെ ഇന്ത്യനെ എങ്ങനെയാണ് വെസ്റ്റേണേഴ്സ് നോക്കിക്കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിൽ ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇന്ത്യൻ മിത്തോളജി, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ട്രഡീഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിലോസഫി എന്നീ കാര്യങ്ങളൊക്കെയാണ് ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷനിൽ കൂടുതലായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമതായിട്ട് അതിൽ തന്നെ പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യയിൽ ആ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ഒരു ടെക്സ്റ്റ്വൽ ആയിട്ട്, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആൻഷ്യന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകളുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ഇന്ത്യനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് രണ്ടാമത്തതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്, ഇന്ത്യയുടെ കാലഘട്ടം, ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സുവർണ കാലഘട്ടമായിട്ടാണ് ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കാം, ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ 3 അപ്രോച്ചുകളാണ്: ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ, മിഷണറി ഇന്റർപ്രിട്ടേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഓറിയന്റലിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ കുറച്ചും കൂടെ ഒരു ഇന്ത്യയുടെ ഫിലോസഫി, ഇന്ത്യയുടെ മിത്തോളജി, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ട്രഡീഷൻസിനൊക്കെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സാമൂഹിക ഘടന എന്തായിരുന്നു, ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ സാമൂഹിക ചുറ്റുപാടുകളെ മനസ്സിലാക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആൻഷ്യൻ ടെക്സ്റ്റുകളുടെ സഹായം ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഒരു സുവർണ കാലഘട്ടം ഉണ്ട് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് മിഷണറി കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് വെച്ചാൽ, മിഷണറി കുറച്ചും കൂടെ ക്രിസ്ത്യൻ മിഷണറീസ് ആണ് കൂടുതലായിട്ടും ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക തലത്തെ അവർ വളരെയധികം ഒരു ജാതീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു മതപരമായിട്ടാണ് അവർ ഇതിനെയൊക്കെ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഇന്ത്യയുടെ സാമൂഹിക തലമാവട്ടെ, സാമ്പത്തിക തലമാവട്ടെ, അല്ലെങ്കിൽ കൾച്ചറൽ പരമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, അതിനെയെല്ലാം ഒരു റിലീജിയസ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദുയിസത്തെ, ഇപ്പോൾ ഓറിയന്റലിസ്റ്റുകളാവട്ടെ മിഷണറിമാരും ഒരേപോലെ തന്നെ ഹിന്ദുയിസത്തെ വിമർശിക്കുന്നുണ്ട്. ഇവർ കാരണങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറഞ്ഞൊരു റിലീജിയൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെയുള്ള ഒരുപാട് തരത്തിലുള്ള അബ്യൂസുകൾ സംഭവിക്കുന്നത്, ഒരുപാട് തരത്തിലുള്ള സൂപ്പർസ്റ്റേഷൻസിലേക്കൊക്കെ വഴിവെക്കുന്നത് ഹിന്ദുയിസം പോലെയുള്ള ഒരു റിലീജിയൻ പ്ലാറ്റ്ഫോം ആണ് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വസ്തുനിഷ്ഠപരമായിട്ട് ഇന്ത്യയെ പറ്റി പഠിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മിഷണറിമാരുടെ കാഴ്ചപ്പാടിലുള്ള ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നിന്നുകൊണ്ട്, ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അതേപോലെ തന്നെ അവര് ഇന്ത്യനെ പറ്റി ഒരു വസ്തുനിഷ്ഠപരമായിട്ട്, ഒരു യുക്തിപരമായിട്ടൊക്കെയാണ് ഇന്ത്യനെ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവര് കൂടുതലായിട്ടും എന്താണ്, ഇന്ത്യനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും, ഇന്ത്യനെ എങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലുള്ള ഓരോ വസ്തുക്കളെയും എങ്ങനെ ചൂഷണം ചെയ്യാം, ഇന്ത്യയിലുള്ള റിസോഴ്സസ് ഒക്കെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് അവര് ഇതിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ കുറച്ചും കൂടി ഇന്ത്യയെ പറ്റിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോരോ 3 തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. ഓർത്ത് വയ്ക്കുക, പേരുകൾ 3 ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെസ്റ്റേണേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള 3 അപ്രോച്ചുകളാണ്: ഓറിയന്റലിസ്റ്റ് അപ്രോച്ച്, അതുപോലെ തന്നെ മിഷണറി ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ അതിൽ തന്നെ വരുന്നതാണ്, ഇതിലെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ് ലാൻഡ് സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്തുള്ള ഇവിടെയുള്ള ഭൂമിയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് BH ബാഡൻ പവൽ എന്ന് പറയുന്ന ആള് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, BH ബാഡൻ പവൽ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെയുള്ള ഭൂമിയുടെ, ബ്രിട്ടീഷുകാർ
അവർ ഉള്ള സമയത്ത് ഇന്ത്യയുടെ ഒരു ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ട് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള വില്ലേജുകളെ അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെയുള്ള വില്ലേജുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഇവിടെയുള്ള സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം, ഒരു സ്റ്റേറ്റും അതുപോലെ തന്നെ ആ ലാൻഡിന്റെ അവകാശികളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളും സ്റ്റേറ്റും തമ്മിൽ ഇടനിലക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു റവന്യൂവിന് സാധ്യതയുണ്ട്, റവന്യൂ കളക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ലാൻഡ് ഓണർഷിപ്പുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഭൂമിക്ക് മുകളിലുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് തരത്തിൽ ഇടനിലക്കാരികൾ അടങ്ങിയിട്ടുള്ള ഒരു ഭൂമിയുടെ മുകളിൽ അവകാശങ്ങളും ഭൂമിയുടെ മുകളിൽ ഒരു ഓണർഷിപ്പുകളൊക്കെ നിലനിൽക്കുന്നത് ഒരുപാട് ഇടനിലക്കാരുടെ കൂടിയിട്ടാണ് ഇന്ത്യയിൽ ഭൂമിക്ക് മുകളിലുള്ള അവകാശങ്ങളും റൈറ്റുകളും നിലനിന്ന് പോകുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ റൈറ്റ് എന്താണ്, ഒരു കോൺക്വസ്റ്റിലൂടെ ഒരു തരത്തിലുള്ള പിടിച്ചടക്കലിലൂടെയാണ് ഇന്ത്യയിൽ നമുക്ക് ലാൻഡിന് മുകളിൽ അധികാരം കിട്ടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വയ്ക്കുക, BH ബാഡൻ പവൽ. അദ്ദേഹം ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ ലാൻഡ് സിസ്റ്റം എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ ഒരു കൃഷി എന്ന് പറയുന്നത്, ഇവിടുത്തെ വില്ലേജുകളിലൊക്കെ നമുക്ക് കൃഷി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കൃഷി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അദ്ദേഹം നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കളും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഇടയിൽ ഒരുപാട് ഇടനിലക്കാരുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു റവന്യൂവിന് സാധ്യതയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിക്ക് മുകളിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള നമ്മുടെ ഓണർഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരു പിടിച്ചടക്കൽ എന്ന് പറയുന്ന രീതിയിലൂടെയാണ് ഭൂമിക്ക് മുകളിൽ അധികാരങ്ങൾ രൂപം കൊള്ളുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, അദ്ദേഹം ഈ ബാഡൻ പവൽ എന്ന് പറയുന്ന അദ്ദേഹം ഹെൻറി മെയിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ വില്ലേജുകളിലും ഒരേ രീതിയിലുള്ള എല്ലാ ഗ്രാമങ്ങളും ഒരേ രീതിയിലാണ് പോകുന്നത് എന്നാണ് ഹെൻറി മെയിൻ പറയുന്നതെങ്കിൽ അതിനെ വളരെ വിമർശനാത്മകമായിട്ടാണ് ബാഡൻ പവൽ അതിനെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് വിമർശനാത്മകമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഇവിടെ ഒരു ആധിപത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വില്ലേജില് മാർക്സ് അതുപോലെ തന്നെ മെറ്റ്കാഫ് ഒക്കെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇന്ത്യൻ സമൂഹത്തില് ഇന്ത്യന്റെ ഗ്രാമങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇപ്പോഴും മാറാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഗ്രാമങ്ങളിൽ അതേപോലെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് മാർക്സും മെറ്റ്കാഫും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് എന്താ പറയണെന്ന് വെച്ചാൽ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ബ്രിട്ടീഷിന്റെ ഒരു വരവെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഒരു ബോധത്തോട് കൂടിയിട്ടല്ലാത്ത ഒരു ടൂളായിട്ടാണ് അത് കാണുന്നത്. ഇന്ത്യ സമൂഹത്തില് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരുപാട് തരത്തിലുള്ള നമ്മൾ പൊതുവിലെ ഇന്ത്യ പോയിരുന്ന ഒരു രീതിക്ക് ഒരു മാറ്റം വരികയും നമ്മുടെ ഗ്രാമീണ തലത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് മാർക്സിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള RC ദത്ത് ഓർത്തു വയ്ക്കുക, അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് ഇക്കോണമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വർക്കാണ്, RC ദത്തിന്റെ ഒരു വർക്കാണ് ഇക്കോണമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് അവരുടെ വരവോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ഇതിനെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ വളരെയധികം വിമർശനാത്മകമായിട്ട് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡൻ പവൽ പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള വില്ലേജുകളാണുള്ളത്. ഒന്ന് ഭൂമി ഒരു ലാൻഡ് ലോഡ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോൺ ലാൻഡ് ലോഡ്, ഒരു ലാൻഡ് ലോഡിന് അപ്പുറം ഒരു തരത്തിലൊരു ഭൂമിയുണ്ട്. അതുപോലെ തന്നെ ഒരു ജോയിന്റ് വില്ലേജ് സിസ്റ്റം ഉണ്ട്, ലാൻഡ് ലോഡ് എന്നുള്ള രീതിക്കുണ്ട്. അപ്പോൾ ലാൻഡ് ലോഡ് അല്ലാത്തൊരു രീതിയും ഇവിടെ നമുക്ക് വില്ലേജുകളിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലാൻഡ് ലോഡിലുള്ള ഒരു ജോയിന്റ് വില്ലേജ് സിസ്റ്റവും നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കുമെന്നാണ് ആര് പറയുന്നത്, ബാഡൻ പവൽ പറയുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ഓർത്ത് വെക്കുക, ഓരോ ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നോക്കിക്കണ്ടിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക, ഓരോ ആളുകളുടെ പുസ്തകങ്ങളുടെ പേര് ഓർത്ത് വെക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ബാഡൻ പവലിന്റെ കാര്യം പറഞ്ഞു, ഹെൻറി മെയിൻ എങ്ങനെയാണ് വില്ലേജിനെ നോക്കിക്കണ്ടിട്ടുള്ളത്
കണ്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. മാർക്സിസ്റ്റ് എങ്ങനെയാണ് ഇന്ത്യൻ വില്ലേജിനെ നോക്കി, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ബ്രിട്ടീഷിനെയും ബ്രിട്ടീഷ് വന്നതോട് കൂടിയിട്ടുള്ള ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അവസ്ഥയെ അവർ നോക്കിക്കണ്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ RC ദത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ഇന്ത്യയുടെ വില്ലേജുകളിലൊക്കെ ഒരുപാട് മാറ്റം വരികയും ഇന്ത്യയുടെ വില്ലേജുകളുടെ മാറ്റത്തിനുള്ള കാരണമായിട്ട് ബ്രിട്ടീഷിനെ വളരെ വിമർശനാത്മകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡൻ പവൽ പറയുന്നത് ഇന്ത്യയിൽ 2 തരത്തിലുള്ള ഗ്രാമങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് റൈറ്റ് വാലിയും രണ്ടാമത്തെ എന്ന് പറയുന്നത് ലാൻഡ് ലോഡും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 2 തരത്തിലുള്ള വില്ലേജുകൾ സൂചിപ്പിക്കുന്നത് ബാഡൻ പവൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ബാഡൻ പവലും മെയിനും കുറച്ചും കൂടെ, ഇപ്പോൾ നമ്മൾ ഹെൻറി മെയിൻ പറഞ്ഞു, അവർ കുറച്ചും കൂടെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള നമ്മുടെ സാമൂഹിക സാമ്പത്തിക തലത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പുരോഗമനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലേജിനെ, നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഗ്രാമങ്ങളെ തന്നെ ജാതീയപരമായിട്ട് ഒരുപാട് ശ്രേണീകരണങ്ങൾ വില്ലേജിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോണിയൽ പോളിസീസ് കാരണം ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ ഒരുപാട് തരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്സ്, ഇന്റേണൽ ആയിട്ട് അവർക്കുള്ളിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് അവരുടെ സാമൂഹിക തലത്തിലും സാമ്പത്തിക തലത്തിലൊക്കെ അവരുടെ പുതിയ രീതിയിലുള്ള ഒരുപാട് സാമ്പത്തിക തലങ്ങളിലൊക്കെ രൂപകൽപ്പന ചെയ്യാനായിട്ട് ഈ ഒരു കൊളോണിയൽ പോളിസീസിലൂടെയൊക്കെ മാറുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ഇവിടുത്തെ ഗ്രാമങ്ങളുടെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അവർക്കുള്ളിലേക്ക്, ഓരോ ഗ്രാമങ്ങളിലുള്ളിലേക്ക് രാഷ്ട്രീയം കടന്നു കയറുകയും അവരുടെ സാമൂഹിക തലത്തിലും അവരുടെ സാമ്പത്തിക തലത്തിലും ഈ ഒരു കൊളോണിയൽ പോളിസീസിലൂടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതിലൂടെ തന്നെ വില്ലേജുകളിൽ ഒരുപാട് തരത്തിലുള്ള പോവർട്ടി, ഇപ്പൊ പട്ടിണി വരികയും ഒരുപാട് തരത്തിലുള്ള ലഹളകൾ വരികയും ഒരുപാട് തരത്തിലുള്ള ക്ഷാമങ്ങളൊക്കെ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കാതെ പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യൻ വില്ലേജസിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രീതിയിൽ മാറ്റം വരികയും ഒരുപാട് തരത്തിൽ അവരുടെ സാമൂഹിക തലത്തിൽ, അവരുടെ സാമ്പത്തിക തലത്തിൽ, രാഷ്ട്രീയ തലത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള ജാതിനെ നോക്കി കണ്ടിട്ടുള്ളത്, ഇവിടെയുള്ള ട്രൈബ്സിനെ നോക്കി കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഒഫീഷ്യൽ വ്യൂ. ബ്രിട്ടീഷുകാരുടെ ഒരു ഒഫീഷ്യൽ വ്യൂ എന്തൊക്കെയാണ് ജാതിക്ക് മുകളിൽ, എന്തൊക്കെയാണ് ട്രൈബ്സിന് മുകളിൽ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ വർഷവും, അപ്പൊ ഇതിൽ നമ്മൾ ഇനി ഒരുപാട് വർഷങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഓരോ ആളുകളെ കോൺട്രിബ്യൂഷൻസ് പറയാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഓരോ വർഷം ഓർത്ത് വെക്കുക. 1769 ഹെൻറി വെസൽ, അദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരുന്നു, ബീഹാറിലെയും ബംഗാളിലെയും ഗവർണർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതി എന്തൊക്കെയാണ്, അവരുടെ ഫാമിലി സിസ്റ്റം എന്തൊക്കെയാണ്, അവരുടെ കസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റവന്യൂ ഓഫീസേഴ്സ്, ബ്രിട്ടീഷിൻ്റെതായിട്ടുള്ള റവന്യൂ ഓഫീസേഴ്സ്, ബ്രിട്ടീഷിന്റെ ഒഫീഷ്യൽസും ഒക്കെ ഇവിടെയുള്ള ആളുകളുടെ ജീവിത രീതി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1807 ഫ്രാൻസിസ് ബുച്ചനൻ പറയുന്ന ആള്, അദ്ദേഹം ബംഗാളില് ഒരു എത്നോഗ്രാഫിക് സർവേ, അവിടെ വംശീയപരമായിട്ടുള്ള ഒരു സർവേ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ 1807 ബുച്ചനൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം ബംഗാളിൽ ഒരു എത്നോഗ്രാഫിക് സർവേ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ 1816 അബേ ദുബോയ്സ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മിഷണറി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യം എഴുതുന്നുണ്ട്, ഹിന്ദു മാനേഴ്സ്, കസ്റ്റംസ് ആൻഡ് സെറമണീസ്. അത് ഇവിടെയുള്ള ജാതികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണത്. അദ്ദേഹം എഴുതപ്പെട്ടിട്ടുള്ളതാണ് 1816 അബേ ദുബോയ്സ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മിഷണറി ഹിന്ദു മാനേഴ്സ്, കസ്റ്റംസ് ആൻഡ് സെറമണീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മിലിറ്ററി ചാപ്ലിൻ വില്യം ടെനന്റ്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ റിക്രിയേഷൻസ് എന്ന് പറയുന്ന 1806 അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഇന്ത്യയിലോട്ട് വെസ്റ്റേണേഴ്സ് വന്നതോട് കൂടിയിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുൺട്രോ, അതുപോലെ തന്നെ എൽഫിസ്റ്റോൺ പോലെയുള്ള ആളുകൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനിലോട് കൂടിയിട്ട് ആളുകളുടെ ജീവിതങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ജീവിതങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷത്തിലുള്ള ഓരോ ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ഓർത്ത് വയ്ക്കുക. 1816 അബേ ദുബ എന്ന് പറയുന്ന ആളാണ് ഹിന്ദു
മാനേഴ്സ്, കസ്റ്റംസ് ആൻഡ് സെറമണീസ് എന്ന് പറയുന്നതിലൂടെ ഇവിടെയുള്ള കാസ്റ്റിന്റെ ഇന്റർ റിലേഷൻസ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ 1806 ചാപ്ലിൻ വില്യം ടെനൻസ് അദ്ദേഹം ഇന്ത്യൻ റിക്രിയേഷൻസ് എന്നതിലൂടെ ഇവിടെയുള്ള വെസ്റ്റേൺ വരുന്നതോട് കൂടിയിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുൻട്രോ പോലെയുള്ള അതുപോലെ തന്നെ എൽഫിസ്റ്റൺ പോലെയുള്ള ആളുകൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻസിലൂടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ കാലഘട്ടത്തിലുള്ള ട്രൈബ്സിനെ പറ്റിയിട്ടും ആ കാലഘട്ടത്തിലുള്ള കാസ്റ്റ് റിലേഷൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 1816 ആദ്യത്തെ തരത്തിലുള്ള ആദ്യമായിട്ടൊരു സെൻസസ്, ഇന്ത്യയിൽ ഒരു സെൻസസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ത്യനെ പറ്റിയിട്ടും ഇന്ത്യൻ സമൂഹത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1861 ഒരു സെൻസസ് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. 1901 ഹെർബർട്ട് റിസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എത്നോഗ്രഫിക് ആയിട്ടുള്ള സർവേ, ഇന്ത്യനെ പറ്റിയിട്ടുള്ള ഒരു എത്നോഗ്രഫിക് സർവേ, അത് സെൻസസിന്റെ ഭാഗമായിട്ട് 1901 ഹെർബർട്ട് റിസ്ലി ഒരു എത്നോഗ്രഫിക് ആയിട്ടുള്ള സർവേ നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സർവേ എന്ന് പറയുന്നതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് വന്നതോട് കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഇവിടെ നിലനിന്നിരുന്ന സാമ്പത്തിക ഘടനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ ഇവിടെ നിലനിന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് മാറിപ്പോയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെയാണ് ഇത്തരത്തിലുള്ള എത്നോഗ്രാഫിക് സർവേ നടത്തുന്നത് എന്നാണ് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. 1905 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, ഒരു എത്നോഗ്രാഫിക് സർവേ നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. 1905 ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്, ഒരു എത്നോഗ്രാഫിക് ആയിട്ടുള്ള സർവേ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു സർവേ എന്ന് പറയുന്നത് മിക്ക സർവേകളാവട്ടെ, സെൻസസുകളാവട്ടെ, സോഷ്യോളജിക്കലായിട്ടും ആന്ത്രോപോളജിക്കലായിട്ടും ഒരു വിശകലനം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള, അപ്പോൾ ഇവിടെയുള്ള ട്രൈബുകളെ പറ്റിയിട്ട്, ഇവിടെയുള്ള കാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് തരത്തിലുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ഒരുപാട് വോളിയംസ്, ഇവിടെയുള്ള ജാതികളെ പറ്റിയിട്ട്, ഇവിടെയുള്ള ട്രൈബിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വോളിയംസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിസ്ട്രിക്ട് ഗസറ്റേഴ്സ്, അതുപോലെ തന്നെ ഇമ്പീരിയൽ ഗസറ്റേഴ്സ് ഒക്കെ 26 വോളിയംസ് ആണ് ആ കാലഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള ട്രൈബുകളെ പറ്റിയിട്ട്, ഇവിടെയുള്ള കാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വോളിയംസ് അടങ്ങുന്ന ഒരുപാട് കൃതികൾ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യനെ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്, അവരുടെയൊക്കെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, അവരുടെയൊക്കെ ഓരോ കോൺട്രിബ്യൂഷനുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെയുള്ള ഒരുപാട് തരത്തിലുള്ള ഒരുപാട് പുതിയ ഒരു അസോസിയേഷൻസ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. പുതിയ തരത്തിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ഒരു സാമൂഹ്യപരമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വെസ്റ്റേൺ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, ഇന്ത്യൻ സമൂഹം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവർക്കൊരു പ്രവണത അവരുടെ ഉള്ളിൽ വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ലിറ്ററേച്ചർ തലത്തിൽ ഒരുപാട് തരത്തിലുള്ള, അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ 18ാം സെഞ്ചുറിയിലും 19ാം സെഞ്ചുറിയിലൊക്കെ രൂപം കൊള്ളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു 1797 വില്യം ജോൺസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചരിത്രപരമായിട്ടുള്ള, അതുപോലെ തന്നെ കുറച്ചും കൂടെ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ആർട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസ് ചെയ്തുകൊണ്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു നോളേജ്, അതുപോലെ തന്നെ ഹ്യൂമൻ നോളേജ്, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോളേജിനെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1797 വില്യം ജോൺസ് രൂപകൽപ്പന ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അക്കാഡമിക് അസോസിയേഷൻ ബംഗാളില് 1828 രൂപകൽപ്പന ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരത്തില് താത്വികപരമായിട്ട്, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ പരമായിട്ട്, അതുപോലെ തന്നെ തർക്കപരമായിട്ടൊക്കെ ഇവിടെയുള്ള ആളുകളെ കൂട്ടിണക്കിക്കൊണ്ട്, ഇവിടെയുള്ള യുവാക്കളെ കൂട്ടിണക്കിക്കൊണ്ട് രൂപകൽപ്പന ചെയ്യുകയും ഇതിലൂടെ നമ്മുടെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ആധുനിക തലത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരുന്നു അക്കാഡമിക് അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് കൊണ്ടുവന്നത്? വില്യം ജോൺസ് ആണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അക്കാഡമിക് അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബംഗാളിലാണ്, 1828 അതേപോലെ തന്നെ വന്നതാണ് സൊസൈറ്റി ഫോർ ദി അക്വിസേഷൻ ഓഫ് ജനറൽ നോളേജ് എന്ന് പറയുന്നത് 1838 മുതൽ 1843 വരെയാണ് നിലനിന്നിരുന്നത്. അത് കൂടുതലായിട്ടും ഇവിടെ നിലനിന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് പ്രോസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വിധവ പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ, അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇത്തരത്തിലുള്ള സൊസൈറ്റി ഫോർ അക്വിസേഷൻ ഓഫ് ജനറൽ നോളേജ് എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ടും ഊന്നൽ കൊടുത്തിട്ടുള്ളത്.
അതേപോലെ തന്നെ 1839 കൽക്കട്ടയില് തത്വബോധിനി സഭ രൂപം കൊള്ളുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള സാമൂഹിക ചുറ്റുപാടുകളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട്, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കസ്റ്റംസിനെയൊക്കെ പറ്റിയിട്ട് വളരെ ക്രിട്ടിക്കലി അതുപോലെ തന്നെ വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് തത്വബോധിനി സഭ 1839 കൽക്കട്ടയിൽ രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദ ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. അദ്ദേഹം വളരെയധികം ഒരു സാമൂഹിക ചിന്തകനാണ്, അതുപോലെ തന്നെ ഒരു റിഫോമറാണ്. അദ്ദേഹം സതി പോലെയുള്ള കാര്യങ്ങളെ വളരെയധികം കൃത്യമായിട്ട് അദ്ദേഹം അതിനെ എതിർക്കുകയും അതിനു വേണ്ടിയിട്ട് പോരാടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇവിടെയുള്ള മതങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥകളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള റൂറൽ ആയിട്ടുള്ള നമ്മളെ ഗ്രാമീണ മേഖലകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു നോട്ടബിൾ തിങ്കേഴ്സും അതുപോലെ തന്നെ റിഫോമേഴ്സ് ആയിട്ടുള്ള അക്ഷയ് കുമാർ ദത്ത, അതുപോലെ തന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അതുപോലെ തന്നെ പ്യാരി ചന്ദ് മിത്ര പോലെയുള്ള ആളുകൾ ഇവിടെയുള്ള സാമൂഹിക സാമ്പത്തിക തലത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് അവയർനെസ്സുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വിവേകാനന്ദ പോലെയുള്ള ആള്, അതുപോലെ തന്നെ അദാബായ് നവറൂജി ആവട്ടെ, അതുപോലെ തന്നെ ലാലാ ലജ്പത് രാജ് ആവട്ടെ, അതുപോലെ തന്നെ ഫൂലെ ആവട്ടെ, റാണഡെ ആവട്ടെ, ഇവിടെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ബോധം ആളുകളെ സൃഷ്ടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ശ്രമങ്ങൾ എന്തിനൊക്കെയെന്ന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കാനും, വെസ്റ്റേണിന്റെ വരവോട് കൂടിയിട്ട് അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം ഇന്ത്യയിലോട്ട് വരുന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും, ഓരോരോ ആളുകളുടെ വ്യക്തികളുടെ അവസ്ഥകളെ പറ്റി മനസ്സിലാക്കാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ആവട്ടെ, വിവേകാനന്ദനാവട്ടെ, റാനഡെ ആവട്ടെ, ഇവിടെയുള്ള സാമൂഹിക ചുറ്റുപാടുകളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കാനും, ഇതിലൂടെയൊക്കെ അവിടെ ആളുകൾക്ക് ഒരുപാട് പുതിയ പുതിയ തലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും, ഒരു റിഫോം രീതിയിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അസോസിയേഷൻസും ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ലിറ്റററി സൊസൈറ്റി മുംബൈയിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ടൗണുകളെ പറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പഠനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ദി പെർഗുന ഓഫ് ജംബൂസർ, അതൊരു ജേർണൽ ട്രാൻസാക്ഷൻ ആണ്. ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെയുടെ ഭാഗമായിട്ട് ഒരു ജേർണൽ ട്രാൻസാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പട്ടണങ്ങളെ പറ്റിയുള്ള ചെറിയ ചെറിയ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ഒരുപാട് സർവേകൾ, അതുപോലെ തന്നെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ലിറ്ററേച്ചർ സൊസൈറ്റി ഓഫ് ബോംബെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് ജേർണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1835 മദ്രാസ് ജേർണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ് രൂപം കൊണ്ടിട്ടുള്ളത്. അവര് ആ കാലഘട്ടത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള അതുപോലെ തന്നെ എത്നോഗ്രഫിക് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാമങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ സിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, മദ്രാസ് ജേർണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസ് ഇത് വർഷമാണ് 1835. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള എത്നോഗ്രഫിക് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തുക, ഇവിടെയുള്ള ഗ്രാമങ്ങളെ പറ്റിയിട്ട് അതുപോലെ തന്നെ സിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ട് മനസ്സിലാക്കലാണ് ഇതിന്റെയൊക്കെ ഒരു ശ്രമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബനാറസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് 1861. അതിന്റെ റെക്കഗ്നിഷൻ കിട്ടുന്നത് 1864 റെക്കഗ്നിഷൻ കിട്ടുന്നത്. ഇതെന്തിലാണ്, ഒരു പ്രധാന അർഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് അസോസിയേഷനെ പോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1861 ബനാറസ് ഫൗണ്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നത് 1864. ഇതൊരു സാമൂഹികപരമായിട്ടുള്ള തലത്തിൽ ഒരു പ്രോഗ്രസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് തരത്തിൽ ഇവിടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എത്നോഗ്രാഫിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഔദ് സയന്റിഫിക് സൊസൈറ്റി, അത് ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഔദ് സയന്റിഫിക് സൊസൈറ്റി ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയാണ് അവർ കൂടുതലായിട്ടും അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പേപ്പർ ഉണ്ട്, സോഷ്യോളജി ഫോർ ഇന്ത്യ, സെയ്ദ് സർഫുദ്ദീൻ എന്ന് പറയുന്ന ആള് ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ആവശ്യകതയെ സൂചിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പേപ്പർ അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സൊസൈറ്റി ഫോർ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ജയ്പൂരിലാണ്. 1869 ജയ്പൂരിൽ സൊസൈറ്റി ഫോർ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനൊരു ശ്രമം എന്ന് പറയുന്നത് സോഷ്യോളജിക്കലി ഇവിടെ ഒരുപാട് റിസർച്ചുകൾ നടത്തുക, അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സൊസൈറ്റി ഫോർ സോഷ്യോളജിക്കൽ സ്റ്റഡീസിന്റെ ലക്ഷ്യം.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സൊസൈറ്റി ഫോർ സോഷ്യോളജിക്കൽ സ്റ്റഡീസ് കുറച്ചും കൂടെ റിസർച്ചുകൾ അതുപോലെ തന്നെ ഡിസ്കഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ബത്തൂൺ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1851 അത് കൂടുതലായിട്ടും ഒരു സാമൂഹിക തലത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. അവരൊരു സോഷ്യോളജി പോലൊരു സെക്ഷൻ 1859 സ്റ്റാർട്ട് ചെയ്യുകയും അതിലൂടെ ഇവിടെയുള്ള സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗാൾ സോഷ്യൽ സയൻസ് അസോസിയേഷൻ അത് 1867 മുതൽ 1878 കാലഘട്ടങ്ങളിലാണ് വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലുള്ള സാമൂഹിക തരത്തിലുള്ള ഇന്റലക്ച്വൽ കണ്ടീഷൻസിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുകയും അതിനെ ഒരു വസ്തുനിഷ്ഠപരമായിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുനിഷ്ഠപരമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടാണ് ബംഗാളിലുള്ള ആളുകളെ പറ്റിയിട്ട് ബംഗാളിലുള്ള സാമൂഹിക തലത്തിലുള്ള കാര്യങ്ങളെ പറ്റി അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ വർഷം ഓർത്ത് വയ്ക്കുക, ബംഗാൾ സോഷ്യൽ സയൻസ് അസോസിയേഷൻ 1867 മുതൽ 1878 വരെയാണ് അവർ വളരെയധികം ആക്റ്റീവായിട്ട് നിലനിന്നിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അസോസിയേഷൻസ് ഒക്കെ രൂപം കൊള്ളുന്നതിലൂടെ ഇന്ത്യയിലുള്ള ഓരോരോ വ്യത്യാസങ്ങൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയിട്ടുണ്ടായിട്ടുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കാനും ഇന്ത്യയിലുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള അസോസിയേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അഗസ്റ്റ് കോംതെ പറയുന്ന ഫാദർ ഓഫ് സോഷ്യോളജിയാണ്. അദ്ദേഹത്തിന്റെ പോസിറ്റിവിസം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ജോഗേന്ദ്ര ചന്ദ്ര ഘോഷ്, അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ്, അതുപോലെ തന്നെ ബുദ്ധി മുഖോപാധ്യായ പോലെയുള്ള ആളുകൾക്ക് എന്താണ് പോസിറ്റിവിസം വളരെയധികം ഒരു ഫെമിലർ ആയിട്ട് മാറുകയും അദ്ദേഹം അതിന്റെ അഗസ്റ്റ് കോംതെ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് പോസിറ്റിവിസം. അത് വളരെയധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ പോസിറ്റിവിസം കുറച്ചും കൂടെ ഒരു വസ്തുനിഷ്ഠപരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നതോട് കൂടിയിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ഹിന്ദുയിസത്തെ വളരെയധികം ഹിന്ദുയിസത്തിൽ നിലനിൽക്കുന്ന സുപ്പീരിയോറിറ്റി അവർ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള വിശ്വാസങ്ങളെ വളരെ ക്രിട്ടിക്കലി എന്ത് ചെയ്യാൻ എൻക്വയറി ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പോസിറ്റിവിസം അഗസ്ത്യ കോംതെ ഫാദർ ഓഫ് സോഷ്യോളജിയാണ്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് പോസിറ്റിവിസം. അത് ഇവിടെയുള്ള ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങളെ വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കാണാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ആളുകളാണ് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ്, ബുദ്ധി മുഖോപാധ്യായ്, സ്വാമി വിവേകാനന്ദ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹെർബർട്ട് സ്പെൻസറിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിവിടെയുള്ള എവല്യൂഷൻ, ഇവിടെയുള്ള ഓരോരോ മാറ്റങ്ങളെ വളരെ കൃത്യമായിട്ട് നോക്കാൻ അത് ഇന്ത്യയായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ തിയറിനെയും ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് അവർ പഠനങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ പോലെയുള്ള ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇവിടെയുള്ള ഇന്ത്യൻ ആളുകളെ തന്നെ, ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിനെയും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്നത് 1905 ശ്യാംജി കൃഷ്ണവർമ്മ, അദ്ദേഹം ഹെർബർട്ട് സ്പെൻസറിന്റെ കോൺട്രിബ്യൂഷനാൽ അദ്ദേഹം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരു ജേർണൽ ആയിട്ടുള്ള ഇന്ത്യൻ സോഷ്യോളജി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഹെർബർട്ട് സ്പെൻസറിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഇവിടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ജേർണലാണ് ഇന്ത്യൻ സോഷ്യോളജി. 1905 അത് കൊണ്ടുവന്നിട്ടുള്ളത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ പോലുള്ള ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ജേർണലാണത്. അപ്പൊ ഈ ഒരു ജേർണലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു സോഷ്യോളജിക്കൽ അനലൈസിലൂടെ കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ജേർണലുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളത് ഇവിടെ ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിലെ സോഷ്യോളജി ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുപോയി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഈ സോഷ്യോളജിയുടെ വരവോട് കൂടിയിട്ടുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുപോയി. വില്ലേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുപോയി. നമ്മൾ ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ അസോസിയേഷൻസും എന്തൊക്കെയാണെന്ന് പറഞ്ഞുപോയി. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷിന്റെ വരവിനെ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്റലക്ച്വൽസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരുടെയൊക്കെ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇന്റലക്ച്വൽസ്, ഇന്ത്യയിലുള്ള മുതിർന്ന ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഇന്റലക്ച്വൽസ് ബ്രിട്ടീഷിന്റെ വരവിനെ വളരെയധികം കൃത്യമായിട്ട് അവർ വിമർശിക്കുന്നുണ്ട്. അവരുടെയൊക്കെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ അവർ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് പോലെയുള്ള ആള്
അതുപോലെ തന്നെ വിദ്യാസാഗർ, അതുപോലെ തന്നെ ജ്യോതിബ ഫൂലെയൊക്കെ ഇവിടെ നമ്മുടെ സാമൂഹിക തലത്തിലുണ്ടായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിക്കാണുകയും മാനവീയതയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രാജാറാം മോഹൻ റോയ് പോലെയുള്ള വിദ്യാസാഗർ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത്. അതേപോലെ തന്നെ അവരിവിടെ നിൽക്കുന്ന അനാചാരങ്ങൾക്കെതിരെയൊക്കെ കൃത്യമായിട്ട് അവർ ശബ്ദമുയർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്കോളേഴ്സ് ആയിട്ടുള്ള ബങ്കിം ചന്ദ്ര, അതുപോലെ തന്നെ ഭൂദേ പോലെയുള്ള ആളുകൾ ഇവിടെ നിലനിൽക്കുന്ന അനാചാരങ്ങളെയൊക്കെ വളരെ വിമർശനാത്മകമായിട്ട് പറയുകയും അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്തു നിന്ന് വന്ന ആളുകൾ വന്നതോട് കൂടിയിട്ടുണ്ടായിട്ടുള്ള ഇന്ത്യയുടെ അവസ്ഥയെ വളരെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇന്ത്യ ഈ വെസ്റ്റേണിന്റെ വരവിന് ഇന്ത്യൻ ഇന്റലക്ച്വൽസ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ബ്രജേന്ദ്രനാഥ് സീലാവട്ടെ, ബിനയ് കുമാർ സർക്കാർ ആവട്ടെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് നോക്കിക്കണ്ട രീതിയിനൊക്കെ അവർ വളരെയധികം വിമർശിക്കുന്നുണ്ട്. ബ്രിട്ടീഷിന്റെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യ നോക്കിക്കണ്ടതിനെ അവർ വളരെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ബ്രജേന്ദ്രനാഥ് സീലും അതുപോലെ തന്നെ ബിനയ് കുമാർ സർക്കാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഇതിനെ തള്ളിക്കളയുന്നുണ്ട്. ബ്രിട്ടീഷ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ അവർ തള്ളിക്കളയുകയും അവര് ഇന്ത്യയുടെ ശരിക്കുള്ള ഒരു സോഷ്യൽ റിയാലിറ്റി എന്താണെന്നും ഇന്ത്യയുടെ ശരിക്കുള്ള ഒരു കൾച്ചർ റിയാലിറ്റി എന്താണെന്നും പറയാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവരുടെയൊക്കെ പേരുകൾ ഓർത്തു വെക്കുക, അവരൊക്കെ എങ്ങനെയാണ് ഇതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ എസ് വി കേത്കർ ആവട്ടെ, AR വാദിയ ആവട്ടെ, ചത്തോപാധ്യായ ആവട്ടെ, ഭൂപേന്ദ്രനാഥ് ദത്ത ആവട്ടെ, NK ബോസ് ഒക്കെ ആവട്ടെ, അവരൊക്കെ ഇവിടെ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി പോലെയുള്ള വിഷയങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇപ്പൊ റിസർച്ച് രീതിയിലാവട്ടെ, പഠനങ്ങളുടെ രീതിയിലാവട്ടെ, ഇന്ത്യയിലേക്ക് സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഒക്കെ ഒരു നിലനിൽപ്പിനൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അവരെന്താണ് ഒരുപാട് തരത്തിൽ ഇവിടെ ചരിത്രങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറിനെ പറ്റിയിട്ട്, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റിയെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സിവിലൈസേഷനെ പറ്റിയിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് അവരൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ ഇന്റലക്ച്വൽസ് എങ്ങനെയാണ് ഈ വെസ്റ്റേണിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ വെസ്റ്റേണിന്റെ വരവിനെ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞു പോയത്. അപ്പോൾ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അല്ലെങ്കിൽ മിഷണറിമാർ വന്ന സമയത്തൊക്കെ അവർ വളരെ ഹിന്ദുയിസത്തെയും അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന വിശ്വാസത്തെയൊക്കെ വെസ്റ്റേൺ ആളുകൾ വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്നത് പിന്നെ എന്തിലേക്ക് നയിക്കുകയാണ്, ഒരുപാട് റിഫോർമേഷൻ കൊണ്ടുവരണമെന്ന് ഇന്ത്യയിലുള്ള ഇന്റലക്ച്വൽസിന് മനസ്സിലാക്കുകയും ഇവിടെയുള്ള റിലീജിയസ് ആയിട്ടുള്ള പാറ്റേൺസിന്, റിലീജിയസ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ഇന്ത്യൻ ഇന്റലക്ച്വൽസിന് മനസ്സിലാവുകയും അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തെ വളരെയധികം കൃത്യമായിട്ട് വിമർശിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പുതിയ അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് പ്രസന്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊക്കെ ഇന്ത്യൻ ഇന്റലക്ച്വൽസിനെ പ്രാപ്തരാക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മിഷണറിമാരും വളരെ വിമർശനാത്മകമായിട്ട് നോക്കിക്കണ്ടിട്ടുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുയിസം ആവട്ടെ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷ്യൻസിനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ അക്കാഡമിക്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ കുറച്ചും കൂടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ പാസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കൾച്ചറൽ ആയിട്ടുള്ള ഹെറിറ്റേജ് എന്താണെന്ന് നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ ആ കാലഘട്ടത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് പ്രസന്റ് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കാണാനും ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നതോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നും ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നും ബ്രിട്ടീഷുകാർ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇവിടെയുള്ള ഹിന്ദുയിസം അതുപോലെ തന്നെ നിൽക്കുന്ന സൂപ്പർസ്റ്റിഷ്യസിലൊക്കെ ഒരുപാട് റിഫോർമേഷൻസ് കൊണ്ടുവരണമെന്നും ഇന്ത്യൻ ഇന്റലക്ച്വൽസ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്ത്യയിലുള്ള ഇന്റലക്ച്വൽസ് ബ്രിട്ടീഷിന്റെ വരവിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണെങ്കിൽ, എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി പോലെയുള്ള അല്ലെങ്കിൽ പൊതുവിൽ ഒരു സോഷ്യോളജി പോലെയുള്ള സബ്ജക്ട് നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, സോഷ്യോളജി പോലുള്ള ഒരു സബ്ജക്റ്റിന് വെസ്റ്റേണിൽ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കാറൽ മാർക്സ് ആവട്ടെ, എമിലി ഡർക്കീം ആവട്ടെ, മാക്സ് വെബർ ആവട്ടെ, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് സോഷ്യോളജി പോലുള്ള ഒരു സബ്ജക്റ്റിന് രൂപകൽപ്പന വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
സ്ഥാനം അർഹിക്കുന്നതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സോഷ്യോളജി പോലൊരു സബ്ജക്റ്റിന് രൂപകൽപ്പന ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ WH റിവർ അദ്ദേഹം തോഡാസ് എന്ന് പറയുന്ന ട്രൈബ്സിനെ പറ്റി അദ്ദേഹം പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ സമൂഹത്തെ പറ്റിയിട്ട് ഒരു ആദ്യത്തെ മോണോഗ്രാഫ് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, WH റിവർ അദ്ദേഹം തോഡാസ് എന്ന് പറയുന്ന ട്രൈബ്സിനെ പറ്റി അദ്ദേഹം പഠിക്കുന്നുണ്ട്. 1906 അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ പറ്റിയിട്ട് ഒരു മോണോഗ്രാഫ് അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ റിവർ, ഇപ്പോൾ ഈ WH റിവർ നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള GS ഗുരി അതുപോലെ തന്നെ ചട്ടോപാധ്യായ്, ഇദ്ദേഹത്തിന്റെ ഈ WH റിവറിന്റെ കോൺട്രിബ്യൂഷൻസ് സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഒരു സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി പോലെയുള്ള വിഷയങ്ങളുടെ ആവശ്യകത ഈ ഒരു WH റിവറിന്റെ പഠനങ്ങളിലൂടെ ഈ GS ഗുരിയും അതുപോലെ തന്നെ ചട്ടോപാധ്യായൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ എന്തിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇവിടെയുള്ള ആൻഡമാൻ ഐലൻഡ്സിനെ പറ്റിയിട്ട് റാഡ്ക്ലിഫ് ബ്രൗൺ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, WH റിവർ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള തോഡാസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ റാഡ്ക്ലിഫ് ബ്രൗൺ ഇവിടെയുള്ള ആൻഡമാൻ ഐലാൻഡേഴ്സിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ LK ആനന്ദകൃഷ്ണ അയ്യർ അതുപോലെ തന്നെ SC റോയ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ ഒരു ഫോർമൽ ട്രെയിനിങ്, ഒരു കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തതിന് ഒരു കുറവ് ഇവരുടെയൊക്കെ പഠനങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SC റോയ് ആണ് ഒരു ജേർണൽ ആയിട്ടുള്ള മാൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ജേർണൽ ഇവിടെ കൊണ്ടുവരുന്നത് SC റോയ് ആണ്. അതുപോലെ തന്നെ അയ്യർ എന്ത് ചെയ്യുന്നുണ്ട്, ലെക്ചർഷിപ്പ് എന്താണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ എത്നോഗ്രഫിയെ പറ്റിയിട്ട് ഒരു ലെക്ചർഷിപ്പ് ലെക്ചർഷിപ്പ് അയ്യറിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു ലെക്ചർഷിപ്പിലൂടെ എത്നോഗ്രഫിയെ പറ്റിയ ലെക്ചർഷിപ്പ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അത് എന്തിലേക്ക് വഴിവെക്കുകയാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ആന്ത്രോപോളജി ഇൻ ഇന്ത്യ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് വരികയാണ്. ആന്ത്രോപോളജി ഇന്ത്യക്ക് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ രൂപം കൊള്ളുന്നത് ഈ ഒരു ലെക്ചർഷിപ്പിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ ബ്രജേന്ദ്രനാഥ് സിയിൽ ഒരുപാട് തരത്തിലുള്ള എഫോർട്ട് എടുത്തുകൊണ്ട് സോഷ്യോളജി പോലൊരു സബ്ജക്റ്റിനെ ഇന്ത്യയിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ പുറത്ത് WH റിവറിനെ പോലെയുള്ള റാഡ്ക്ലിഫ് ബ്രൗണിനെ പോലെയുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ ഇതിനെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും പിന്നീട് അവരതിന് ഒരുപാട് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതിനൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി സബ്ജക്ട് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി ബോംബെ യൂണിവേഴ്സിറ്റിയിൽ 1919 പെട്രിക് ഗിഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യോളജി 1919 പെട്രിക് ഗിഡൻസ് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരുന്നത്. ഗിഡൻസ് കൂടുതലായിട്ടും ഇവിടെയുള്ള മോറൽസിനെയൊക്കെ അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യത്യസ്തതരമായിട്ടുള്ള ഡിസിപ്ലിൻസിനെയൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഗിഡൻസ് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ലേപ്ലേ എന്ത് ചെയ്യുന്നുണ്ട്, ഗിഡൻസിന്റെ ലേപ്ലേ എന്ന് പറയുന്ന ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ ഇൻഫ്ലുവൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള റീജിയണൽ ആയിട്ടുള്ള കൾച്ചറുകളെ പറ്റിയിട്ട് റീജിയണൽ ആയിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള സംസ്കാരങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം പഠനം തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗിഡൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഗിഡൻസിന്റെ വർക്കിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് GS ഗുരി അതുപോലെ തന്നെ NA തോത്തി പോലെയുള്ള ആളുകൾ ഇന്ത്യയിലെ പഠനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഗിഡൻസിന്റെ വർക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് ബോംബെയിൽ ഒരു റിസർച്ച് തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ രാധാ കമൽ മുഖർജി അദ്ദേഹം ഗിഡിൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ സോഷ്യൽ ഇക്കോളജിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യവസായവൽക്കരണത്തെ പറ്റിയിട്ടൊക്കെ പഠനങ്ങൾ രാധാ കമൽ മുഖർജി ഗിഡൻസുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GS ഗുരി എന്ത് ചെയ്യുന്നുണ്ട്, ബോംബെ യൂണിവേഴ്സിറ്റീസിലെ സോഷ്യോളജിയുടെ സ്ഥാപനത്തിലേക്ക് GS ഗുരി ഒരുപാട് കോൺട്രിബ്യൂഷൻസ്. അപ്പം ഈ ഗിഡൻസിന്റെ ഈ ഒരു വരവോട് കൂടിയിട്ട് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് GS ഗുരി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ പറ്റിയിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റിയിട്ടൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള സ്ക്രിപ്ചേഴ്സ് അതുപോലെ തന്നെ എപ്പിക്സ് ഒക്കെ ഇന്ത്യയിലെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു പോയിട്ടുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന് വളരെയധികം യൂസ്ഫുൾ ആവുകയും ഇതിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയെ പറ്റി പഠിക്കാനും ഇന്ത്യൻ സമൂഹത്തെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകൾ പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലൊക്കെ സോഷ്യോളജി പോലൊരു സബ്ജക്ട് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഗുരെ കുറച്ചും കൂടെ ഒരു ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് കുറച്ചും കൂടെ ഒരു ഫീൽഡിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ പുറത്തിറങ്ങിക്കൊണ്ട് ഓരോ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്.
വരുന്നുണ്ട്. പിന്നീടാണ് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി പോലെയുള്ള വിഷയങ്ങൾ തുടങ്ങാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സെന്റർ ആയിട്ട് രൂപകൽപ്പന ചെയ്തു. ഇത് കോൺട്രിബ്യൂഷൻസ്, ഒരുപാട് തരത്തിലെ കോൺട്രിബ്യൂഷൻസ് രാധാകമൽ മുഖർജി, അതുപോലെ തന്നെ ദുർജിത് പ്രസാദ് മുഖർജി, അതുപോലെ തന്നെ DN മജ്മൂദറൊക്കെ ഈ ഒരു ലക്നൗ യൂണിവേഴ്സിറ്റീസിൽ സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി പോലെയുള്ള സബ്ജക്റ്റിന്റെ സെന്റേഴ്സ് തുടങ്ങാൻ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ ഓർത്തു വയ്ക്കുക, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഓർത്തു വയ്ക്കുക, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണ് ഇവരൊക്കെ കോൺട്രിബ്യൂഷൻ നടത്തിയതെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ AR വാഡിയ സോഷ്യോളജിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു അപ്ലൈഡ് ഫിലോസഫി തലത്തിലാണ് അദ്ദേഹം സോഷ്യോളജിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം AR വാഡിയ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു BA ലെവലിൽ സോഷ്യോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1928 1929 ഇടയിലാണ് ഒരു ബാച്ചിലർ ഡിഗ്രി സോഷ്യോളജിക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ചിലർ ഡിഗ്രി കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി ഒരു കമ്പൈൻഡ് ആയിട്ട്, അതിന്റെ രണ്ടിനും ഒരു കമ്പൈൻഡ് ആയിട്ട് കൊണ്ടുവരികയും ഐരാവതി കർവേ അറ്റ് ഡെക്കാൻ കോളേജ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോഷ്യോളജിനെയും സോഷ്യൽ ആന്ത്രോപോളജിനെയും ചേർത്തുകൊണ്ട് ഐരാവതി കർവേ ഒരു എന്ത് ചെയ്യണം, ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരണം. അപ്പം ഓരോ ആളുകൾ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിനാണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ലക്നൌവിലെ സംബന്ധിച്ചിടത്തോളം ലക്നൗ യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിലേക്ക് വഴിവെച്ച ആളുകളാണ് രാധാകമൽ മുഖർജി, അതുപോലെ ദുർജിത് പ്രസാദ് മുഖർജി, അതുപോലെ DN മജ്മൂദർ പോലെയുള്ളത്. ഐരാവതി കർവേ ആവട്ടെ, അവര് ഡിപ്പാർട്ട്മെന്റ് സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഡെക്കാൻ കോളേജ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പുതിയൊരു കമ്പൈൻ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാനായിട്ടാണ് ഐരാവതി കർവേ ശ്രമിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി പിന്നീട് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1929 ഒസ്മാനിയ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അതൊരു മൊത്തം ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറുന്നത് 1946 ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന രൂപത്തിലേക്ക് മാറുന്നത് 1946. അതുപോലെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ക്രിസ്റ്റഫ് വോൺ ഫ്യോ അതുപോലെ തന്നെ SC ദുബെ പോലെയുള്ള ആളുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിർമ്മൽ കുമാർ ബോസ് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുകയും പക്ഷെ പിന്നീട് അദ്ദേഹം ജയിലിലൊക്കെ ആകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിന് ഒരു ഗ്യാപ്പ് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ അദ്ദേഹം എന്തായിരുന്നു, ഡയറക്ടർ ആയിരുന്നു. ഈ നിർമ്മൽ കുമാർ ബോസ് അദ്ദേഹം ഡയറക്ടർ ഓഫ് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ കമ്മീഷണർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സോഷ്യോളജി പോലെയുള്ള ആന്ത്രോപോളജി പോലുള്ള സബ്ജക്ട് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റീസിൽ വരാനായിട്ട് അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ ചരിത്രപരമായിട്ടാണ് ഇന്ത്യയിലുള്ള ജാതിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ട്രൈബ്സിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വാരിയർ എൽവിൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇന്ത്യയുടെ മോണോഗ്രാഫുകൾ അതുപോലെ തന്നെ ഇന്ത്യൻ ട്രൈബുകളെ പറ്റിയിട്ടൊക്കെ ഒരുപാട് മോണോഗ്രാഫുകളൊക്കെ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വാരിയർ എൽവിൻ ഇന്ത്യൻ ട്രൈബ്സിനെ പറ്റിയിട്ട് ഒരുപാട് മോണോഗ്രാഫുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടുതലായിട്ടും ഇവിടെയുള്ള ട്രൈബുകളെ തന്നെ ഓരോ ട്രൈബുകളെ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നീട് പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ ഒരുപാട് പിന്നീട് ഫെയിലർ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിലുള്ള ട്രൈബ്സും അവരുടെ റൈറ്റ്സിനെയൊക്കെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മോണോഗ്രാഫുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണ്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഓരോ സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സോഷ്യോളജിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സോഷ്യോളജി ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്ക് വന്നതോട് കൂടിയിട്ടുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി പോലെയുള്ള വിഷയങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്നത് 1910 മുതൽ 1950 വരെയാണ് അതിനൊരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഒരുപാട് തരത്തില് ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് തരത്തില് ഓരോ തലത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ സോഷ്യോളജിക്കും സോഷ്യൽ ആന്ത്രോപോളജിക്കും ഒക്കെ ഓട്ടോണമസ് ഡിപ്പാർട്ട്മെന്റുകൾ വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിൽ കൂടി ബോംബെ യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് കൂടുതലായിട്ടും. ബോംബെ യൂണിവേഴ്സിറ്റി, ലക്നൗ യൂണിവേഴ്സിറ്റി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ രൂപം കൊള്ളുകയും ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ഒരു PG തലത്തിലേക്കൊക്കെ സോഷ്യോളജി പഠനം വരികയും ഒരു റിസർച്ച് തലത്തിലേക്കൊക്കെ സോഷ്യോളജി പഠനം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം
ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപത്തിൽ വളരെയധികം കുറഞ്ഞ രീതിയിലാണ് കാണെങ്കിൽ കൂടെ PG തലത്തിലേക്കൊക്കെ പിന്നീട് സോഷ്യോളജി വരാനായിട്ട് തുടങ്ങി. സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി വിഷയങ്ങൾ ഇവിടെ പൊളിറ്റിക്സുമായിട്ടും എക്കണോമിക്സുമായിട്ടും വരികയും അതുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയപരമായിട്ടുള്ള തലത്തെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തോട് കൂടിയിട്ട് സാധിക്കുന്നുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തെ വളരെയധികം ഒരു ഊഹാപോഹത്തോട് കൂടിയിട്ടാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം അത് കുറച്ചും കൂടെ ഒരു വെസ്റ്റേൺ യൂറോപ്യൻ ട്രഡീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ അക്കാഡമിക്സിലേക്ക് അതിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് സാധിച്ചിട്ടില്ല. കാരണം ഇന്ത്യയിലുള്ള കോൺട്രിബ്യൂഷൻസിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ വെസ്റ്റേൺ യൂറോപ്യൻ ട്രഡീഷൻസ് ഒക്കെയാണ് നമ്മൾ സോഷ്യോളജിയിൽ കൂടുതലായിട്ട് ഒരു അനാലിസിസ് ആയിട്ട് നടത്തി പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇന്ത്യയിലുള്ള സ്ഥാപനം എന്ന് പറയുന്നത് വളരെ മെല്ലെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള സാമൂഹിക സാമ്പത്തിക തലത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇന്ത്യയിലെ ട്രൈബ്സിനെ പറ്റിയിട്ട്, ഇന്ത്യയിലെ റിലീജിയനെ പറ്റിയിട്ട്, ഇന്ത്യയിലെ കാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുകയും ഇവിടെയുള്ള കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളെ പറ്റിയിട്ട്, ഇവിടെയുള്ള ഇക്കോണമിക് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട്, എങ്ങനെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഓരോ മേഖലകളിൽ ഇടപഴകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പഠനങ്ങൾ പിന്നീട് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് പഠനങ്ങൾ സോഷ്യോളജിയുടെ ഭാഗത്തുനിന്ന് സോഷ്യോളജി സബ്ജക്റ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ കാസ്റ്റിനെ പറ്റിയിട്ടും റിലീജിയനെ പറ്റിയിട്ടും ഫാമിലിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് എത്നോഗ്രഫിക് ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടുകൾ വന്നു, അതുപോലെ തന്നെ വാമൊഴികൾ വന്നു, ഒരുപാട് പഴങ്കഥകൾ വന്നു, അതുപോലെ തന്നെ ഇവിടെയുള്ള റൂറൽ കമ്മ്യൂണിറ്റീസിനെ പറ്റിയും ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് ഫോക്ക് കഥകളൊക്കെ വന്നു, ഒരുപാട് പഴങ്കഥകളൊക്കെ രൂപകൽപ്പന ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റോട് കൂടിയിട്ട് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇന്ത്യ നമുക്കറിയാം, ബ്രിട്ടീഷിന്റെ വരവോട് കൂടിയിട്ട് ബ്രിട്ടീഷിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്, ഒരുപാട് തരത്തിലുള്ള മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റിലേക്ക് വഴിവെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജി പോലൊരു സബ്ജക്റ്റിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് വന്നു എന്ന് പറഞ്ഞു, ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെന്റുകളൊക്കെ വന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ മനസ്സിലാക്കലുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒരുപാട് തരത്തിലുള്ള പ്ലാനിങ് കമ്മീഷനുകൾ രൂപം കൊണ്ടു, ഒരുപാട് റിസർച്ച് പ്രോഗ്രാമുകൾ മുന്നോട്ട് വന്നു. ഇതൊക്കെ എന്താണ് കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെയുള്ള ആളുകളെ മനസ്സിലാക്കാനും ഇവിടെ ആളുകളുടെ ജീവിത രീതികൾ മനസ്സിലാക്കാനും ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള പ്ലാനിങ് കമ്മീഷനുകളും ഇത്തരത്തിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പിന്നീട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യകതകൾ ആളുകളെ പറ്റി മനസ്സിലാക്കാനും ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാനും റിസർച്ച് പ്ലാനുകളും അതുപോലെ തന്നെ പ്ലാനിങ് കമ്മീഷനുകളൊക്കെ ആവശ്യകത വന്നതോട് കൂടിയിട്ട് സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി സബ്ജക്റ്റിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുകയാണ് പിന്നീട് ഇന്ത്യയിൽ. ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് വളരെ റിലയബിൾ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് സോഷ്യോളജി നമ്മൾ പറഞ്ഞു, സോഷ്യോളജി എങ്ങനെയാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ കാസ്റ്റിൽ, നമ്മുടെ ട്രൈബിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ബ്രിട്ടീഷിന്റെ വരവിന് ബ്രിട്ടീഷ് എടുത്ത അപ്രോച്ചുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷിന്റെ വരവിനെ എങ്ങനെയാണ് ഇന്ത്യക്കാർ നോക്കിക്കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്, ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം സോഷ്യോളജി എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു വേരുറപ്പിച്ച് പോയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഒരു സോഷ്യോളജിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബിഗിനിങ് നമ്മൾ പറഞ്ഞുപോയി, അതുപോലെ തന്നെ ഇവിടെ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞുപോയി, ബ്രിട്ടീഷ് വരുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള അവസ്ഥകൾ എന്താണെന്നും ബ്രിട്ടീഷ് ഇവിടെ വന്ന സമയത്ത് ഇന്ത്യയെ പറ്റി നടത്തിയ പഠനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി, പഠനങ്ങളുടെ ആവശ്യകത എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഈ പഠനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് സോഷ്യോളജി പോലൊരു സബ്ജക്ട് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യാൻ കാരണമായതെന്ന് നമ്മൾ പറഞ്ഞുപോയി. സോഷ്യോളജി പോലെ സബ്ജക്ട് ബ്രിട്ടീഷിന്റെ പുറത്തുള്ള ഒരുപാട് പാശ്ചാത്യ ലോകത്തുള്ള സോഷ്യോളജിസ്റ്റുകളുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ ഇന്ത്യയിൽ സോഷ്യോളജി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മൾ പറഞ്ഞുപോയി. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സോഷ്യോളജിയുടെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പറഞ്ഞുപോയി. അതേപോലെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ആളുകളെ പറ്റിയിട്ട് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു എംപരിക്കൽ ആയിട്ടുള്ള ഡാറ്റയുടെ ആവശ്യകത വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് റിസർച്ചുകൾ മുന്നോട്ട് വരികയും ഒരുപാട് പ്ലാനിങ് കമ്മീഷനുകൾ മുന്നോട്ട് വരികയും അപ്പൊ ഇതിന്റെയൊക്കെ ഒരു നിലനിൽപ്പിന് സോഷ്യോളജി അതുപോലെ തന്നെ ആന്ത്രോപോളജി സബ്ജക്റ്റിന്റെ ഒക്കെ ആവശ്യകത വളരെ കൂടുതലായി വരികയും
അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റീസിലൊക്കെ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി പോലുള്ള സബ്ജക്റ്റുകൾ സ്ഥാപിക്കുന്നത്. ഇത് പിന്നീട് വളരെ സയന്റിഫിക് ആയിട്ട് പഠിച്ച സോഷ്യോളജി സ്റ്റുഡൻസിന് സഹായത്തോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഡിഫറൻസുകളും ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.